കളിപ്പാട്ടമായി കൺമണി എൻ്റെ ഉള്ളിൽ മനോവീണ മീട്ടുന്നു ഞാൻ. ഈ ഗാനം ഏത് ചിത്രമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കളിപ്പാട്ടമാണെന്ന് അറിയാം അല്ലേ? ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ അത് കളിപ്പാട്ടമാണെന്ന് അറിയാം. ആരാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചാൽ അറിയാം. ആരാണ് ഇതിൻ്റെ രചന എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയും. പക്ഷെ ചോദ്യം ഇതില്ല, ബസറിൽ കൈവച്ചുള്ള റെഡിയല്ലേ? ആരാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ? വേണു നാഗവള്ളി. വളരെ ശരി ഉത്തരമാണ്. വെൽക്കം ടു ജീവ സരിഗമ പദനിസ. വെൽക്കം വെൽക്കം. തൃശ്ശൂർ എവിടെയാണ് വീട്? കോടന്നൂർ എന്ന സ്ഥലത്താണ്. കോടന്നൂർ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ഡിഗ്രി ഏത് കോളേജിൽ? കേരളവർമ്മ കോളേജിലെ. കേരളവർമ്മ. പാട്ടൊക്കെ പാടുമോ? കുറച്ച് പാട്ടൊക്കെ പാടും. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. ആ, ഈ സരിഗമ പദനിസ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? സ്ഥിരമായി കാണാറുണ്ട്. ഇതിനു മുമ്പ് സരിഗമയും കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഏതാണ്ട് കാണാറുണ്ട്. എൻ്റെ ഒരു സ്ഥിരമായിട്ടൊരു വാച്ചറാണല്ലേ? അതെ. ശരി, അപ്പം നമുക്ക് കൂടുതൽ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ സംസാരിക്കാം. ഏതായാലും ചോദ്യത്തിലൂടെ എടുക്കാം. ആദ്യത്തെ ചോദ്യം, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. അങ്ങാടി എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച ഈ ഗാനത്തിന്റെ അനുപല്ലവി ഏതാണെന്ന് പറയണം. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഈ ഗാനത്തിന്റെ അനുപല്ലവി, ലളിത ഗാനങ്ങളാൽ നീയറിഞ്ഞോ ലഹരിയെങ്ങും. ലഹരിയെങ്ങും. ലഹരിയെങ്ങും മനസ്സിലായി. ലഹരിയെങ്ങും ഞാൻ ബ്ലോക്ക് ചെയ്യാമല്ലോ. ലഹരിയെങ്ങും ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ അതെങ്ങനെയാണ് പാടുന്നതെന്ന് അറിയാമോ? അറിയില്ല. അറിഞ്ഞൂടാ. കമ്പ്യൂട്ടർ, ഹരി പറഞ്ഞിരിക്കുന്നത് ലഹരിയെങ്ങും ആണ്. ലഹരിയെങ്ങും ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. ലഹരിയെങ്ങും നുരകൾ നെയ്യും ലളിത ഗാനങ്ങളാ, കരളിനുള്ളിൽ കുളിരു പെയ്യും തളിർ വസന്തങ്ങളിൽ, കണ്ണും കണ്ണും നോക്കിയിരുന്ന. ഓക്കെ, ആദ്യത്തെ ഉത്തരം വളരെ വിജയകരമായിട്ട് മുന്നേറി. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. വേഴാമ്പൽ കേഴും